ഈ ഭൂമി കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ക്രൂരനായ ഒരു മോശക്കാരനായ മുസ്ലിം ലോകത്തെ തകർത്ത, മുസ്ലിം സമുദായത്തിന്റെ എതിരാളിയായ, ഇസ്ലാമിക ലോകത്തിനെ ഈ രൂപത്തിൽ നശിപ്പിച്ച, മുസ്ലിം ലോകത്തെ പടിഞ്ഞാറുകളുടെ അടിമകളാക്കിയ ലോകം കണ്ട തെമ്മാടിയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ഈ തെമ്മാടിയെ പേറിയാൽ, ഇത് പേറരുതെന്നാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ കേൾക്കണ്ട, ഈ ചരിത്രം പഠിക്കുക. ഈ കള്ളത്തമ്മാടിയെ നിങ്ങൾ മുജദ്ദിദ് എന്ന് പറഞ്ഞു നടക്കണം. ഇത് പറഞ്ഞിട്ടാണ് നിങ്ങൾ നൂറ്റാണ്ടുകൾ ഈ ഉമ്മത്തിനെ പറ്റിച്ചത്. അത് ഞാൻ റബ്ബിന്റെ സഹായം കൊണ്ട് തിരുത്താണ്. അവരായി ഉണ്ടാക്കിക്കൂട്ടിയ ഒരു തൗഹീദ്, അവരായി ഉണ്ടാക്കിക്കൂട്ടിയ ചില രീതികൾ, അവരാക്കി ഉണ്ടാക്കി കൊണ്ടുവന്ന ആരാട്ടുകൾ, അവരാക്കി വളർത്തിക്കൊണ്ടുവന്ന കാപ്പട്യങ്ങൾ, തനി കാപ്പട്യം, നിഫാഖ്. നിഫാഖിന് ഒരു ആധുനിക രീതി പറയുകയാണെങ്കിൽ അതാണ് സലഫിസം എന്ന വാബിസം. അത് നിഫാഖാണ്, തനി നിഫാഖ്. ഒരു ജനത്തെ നേരിൽ നയിക്കണമെങ്കിൽ പിതാമഹന്മാരുടെ ചരിത്രത്തെ കൃത്യമാക്കി കൊടുക്കണം. ഒരു ഫിഖ്ഹ് അല്ല ജനങ്ങളെ നേരായി നയിക്കുക. നേരായി നയിക്കപ്പെട്ട ജനതയെ നേരായി അമൽ ചെയ്യിപ്പിക്കാൻ മാത്രമേ ഫിഖ്ഹ് ഉപകരിക്കുള്ളൂ. അതേ ഉള്ളൂ. അത് ഇന്നും മനസ്സിലായില്ലേ? നേരായി ജീവിക്കുന്നവരും ജനതക്ക് നേരായി അമൽ ചെയ്യാൻ ഉപകരിക്കുന്നതാണ് ഫിഖ്ഹ്. ഒരു ജനതയെ നേരാക്കാൻ ഫിഖ്ഹിന് കഴിയൂല മനുഷ്യന്മാരെ. ഒരു ജനതയെ നേരാക്കാൻ താരീഖിനെ കഴിയൂ. ഗ്രാസ് റൂട്ടിൽ ഉമ്മത്തിനെ പിഴപ്പിക്കുന്ന പണി വിദഗ്ധമായും എന്നാൽ പ്രത്യക്ഷത്തിൽ കാണാത്തയും സലഫിസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനീ പറയുന്ന സത്യമാണെന്ന് പറയുന്ന അനവധി സുന്നികളെ ഞാൻ സാക്ഷിയാക്കാം. വീടാന്തരം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ അനവധി ജില്ലകളിൽ സലഫികൾ രാജ്യത്തിനെതിരാണ്, സലഫികൾ രാഷ്ട്രീയത്തിനെതിരാണ്, സലഫികൾ തീവ്രവാദികളാണ്, സലഫികൾ ഇസ്ലാമിന്റെ പരിശുദ്ധമായ ഐഡിയ നശിപ്പിക്കുന്നവരാണ്. കൊല്ലത്ത് നിന്ന് വന്ന ഒരാൾ, ഒരു മുസ്ലിം, കൊല്ലത്ത് നിന്നൊരു സുന്നി മുസ്ലിം എന്നോട് പറയാണ്, 2 കൊല്ലം കൂടി നിലക്ക് പോയാൽ തെക്കൻ കേരളത്തിൽ സുന്നി എന്ന സാധനം ഉണ്ടാവില്ല. 2 കൊല്ലം കൂടി നിലക്ക് മുന്നോട്ട് പോയാൽ. ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, ഒരാൾ മരിച്ചു, ഒരു നല്ല തറവാട്ടിൽ ഒരാൾ മരിച്ചു. അയാൾ തേലിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. തേലിയിൽ നടക്കുമ്പോൾ കൂട്ടത്തിൽ ബന്ധുവായ ഒരാൾ കയറി വന്നു. 100 കണക്കിന് ആലിമീങ്ങൾ എല്ലാവരും ഉള്ള ദാസിൽ അതിനെതിരെ ഫയർ ചെയ്തു. അപ്പോൾ ആ ഉള്ളിലുള്ള പെണ്ണുങ്ങൾ അനവധിയുണ്ട്. പെണ്ണുങ്ങളെ ഉള്ളിൽ നിന്ന് ആളുകൾ പറഞ്ഞു, ഇത് തെറ്റാണ്, ഇവരെന്തിനു വന്നടാ, തേലിയിൽ വന്നവരാ, മൗലിദിന്റെ കിതാബുകൾ പൂട്ടിവെച്ചു, ഇതൊന്നും ഞാൻ ജീവിതത്തിൽ ചെയ്യൂലെന്ന് പ്രതിജ്ഞ ചെയ്തു. പലരും ആരാ വർക്ക് ചെയ്യുന്നത്? പെണ്ണുങ്ങൾ. ഈ പെണ്ണുങ്ങൾ ആരായിരുന്നു? ഒരു കാലത്ത് ഇവരൊക്കെ ഗൾഫിലാണ്. ഈ പെണ്ണുങ്ങൾ ഗൾഫിൽ നിന്ന് സലഫിസം പഠിച്ചു. അവിടുന്ന് അവർക്ക് കൊറോണയും മറ്റു പ്രശ്നങ്ങളും സാമ്പത്തിക ക്രൈസിസുകളും ഈ വഹാബി രാജ്യങ്ങൾ വന്നപ്പോൾ സ്വാഭാവികമായി ഒരു കേരളത്തിലേക്ക് പറിച്ചു നടപ്പെട്ടു. ഇപ്പോൾ ഈ പെണ്ണുങ്ങളെയും കുടുംബങ്ങളുടെയും പണിയണ്ട, സലഫി പ്രചാരണം, അതിനവർക്ക് പൈസയും കിട്ടുന്നുണ്ടാവും, അതിനവർക്ക് പൈസ ഉണ്ടാവും. സലഫി പ്രചാരണം കേരളത്തിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ സ്ഥാപനങ്ങളിൽ വഹാബികൾ കയറിക്കൂടിയിട്ടുണ്ട്. അവർക്കാണ് സുന്നിസം പറയുന്ന സയ്യിദന്മാരോട് ദേഷ്യം, അവർക്കാണ് സുന്നിസം പറയുന്നവരോട് ദേഷ്യം. എനിക്കെതിരെ ഈ 5-5 മാസത്തിനുള്ളിൽ സുന്നികളായ ചില തലയെക്കെട്ടുകാർ കളിച്ച കളികൾ വളരെ വലുതാണ്. പക്ഷെ കളി നടന്നില്ല. എന്തുകൊണ്ട്? ഇത് ഇലാഹി പക്ഷമാണ്. ഇതിനോട് കളിച്ചവരൊക്കെ തോൽക്കും. മുസ്ലിം ലോകത്തൊരു പ്രശ്നമേ ഉള്ളൂ, ഒറ്റ പ്രശ്നമുള്ളൂ മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന പ്രശ്നം. അതെന്താണ്? അത് സലഫിസം. അത് ഉള്ളിനെ നശിപ്പിക്കും, പുറത്തേയും നശിപ്പിക്കും. എല്ലാ സമുദായങ്ങളോടും മുസ്ലിമീങ്ങൾ ശത്രുക്കളാകാൻ കാരണം സലഫികളാണ് മാത്രം, വേറെ ആളില്ല. ഇസ്ലാമിൽ പലപ്പോഴും ഭീകരവാദികളെ സൃഷ്ടിക്കുകയായിട്ട് എതിരാളികളെ താല്പര്യമാണ്. കൊല്ലങ്ങളായി സിയോണിസ്റ്റുകൾ ജെറൂസലേമിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താ? റമളാൻ മാസത്തിൽ അവർ മുസ്ലിമീങ്ങളെ നരമേധം നടത്തും. റമളാൻ മാസത്തിൽ അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കുട്ടികളെ കൊല്ലും, പെണ്ണുങ്ങളെ കൊല്ലും, പെണ്ണുങ്ങളോട് യുദ്ധം ചെയ്യും, പെണ്ണുങ്ങളെ കൊലപ്പെടുത്തും. ഇങ്ങനെ നെറികെട്ട കളികൾ കളിക്കും. അക്സ പള്ളി അശുദ്ധമാക്കും, പലതും ചെയ്യും. എന്ന് റമളാൻ മാസത്തിൽ ഇത് ചെയ്യുന്ന എന്തിനാ? റമളാൻ മാസത്തിൽ ചെയ്യാതിരിക്കല്ലേ ഒരു വേണ്ടേ? ലോകരാജ്യങ്ങൾ മുഴുവനും അപലപിക്കും, എന്നാലും ഇവർ റമളാൻ മാസത്തിൽ ചെയ്യും. എന്തുകൊണ്ട്? ഇത് കണ്ടും കേട്ടും ഇരിക്കുന്ന ലക്ഷക്കണക്കായ മുസ്ലിം യുവാക്കൾ ഇതിലൂടെ ഭീകരവാദികളാവും. അപ്പോൾ ഭീകരവാദികളെ ഉയർത്തിക്കാട്ടി അവരുടെ കർമ്മത്തെ അവർക്ക് ധാർമ്മികവൽക്കരിക്കാം.
മനസ്സിലായി പറഞ്ഞത്, ഇല്ലെങ്കിൽ പറ്റൂല. ഏതൊരു തീവ്രവാദി അല്ലാത്തൊരാളും റമദാൻ മാസത്തിൽ ഒരു സാധുക്കളായ മനുഷ്യന്മാരെ കൊല്ലണ്ടാൽ അവർക്കെതിരെ ഇറങ്ങൂലേ? അത് സ്വാഭാവികല്ലേ? അപ്പോൾ ഇവൻ എന്താവും? ഭീകരവാദിയാവും. പിന്നെ ഇവരുടെ ചെയ്തികൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരൊറ്റ സംഘം മാത്രമേ ഇന്ന് ലോകത്തുള്ളൂ. അതാരാ? അത് ഹമാസാണ്. ഹമാസിന്റെ ഒരു സലഫി സംഘടന. അപ്പോൾ സ്വാഭാവികമായും ഈ ആളുകളൊക്കെ ഉണ്ടാവും. ആ പക്ഷത്തിന് വേണ്ടി വാദിക്കേണ്ടി വരും. ഹമാസിന് വേണ്ടി വാദിക്കുന്ന മുസ്ലിം യുവാക്കൾ പല ഈ കേരളത്തിൽ ഉണ്ടല്ലോ. പക്ഷെ ഹമാസിന് വേണ്ടി വാദിക്കാൻ പാടുണ്ടോ? ഹമാസ് നല്ല സംഘടനയാണ്. പക്ഷേ ഭീകരവാദം തലേക്കേറിയാൽ അവർ ഹമാസിന് വേണ്ടി വാദിച്ചു പോവും. ഭീകരവാദം എങ്ങനെയൊക്കെ തലേക്കേറും? ഇങ്ങനെ തലേക്കേറും. റമളാൻ മാസത്തിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന കണ്ടാൽ ഏതൊരു സാധുവായ മനുഷ്യനാണ് കഠിന ഹൃദയനാവാത്തത്? അപ്പോൾ ഭീകരവാദികളെ സൃഷ്ടിക്കാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാക്കണം എന്താ അവിടെ നടക്കണത്. ഇമാം സ്വാബിയെ പോലെയുള്ള, ഇമാം ഇബ്നു അബീദിനെ പോലെയുള്ള മഹാന്മാർ, പിന്നെ എണ്ണിയാൽ ഒടുങ്ങാത്തവര് എഴുതിച്ചിട്ടുണ്ട്. ഒരു ലാലിലും മുള്ളിലാണ്, മുഹമ്മദ് അബ്ദുൽ വഹാബ് പോലെ അക്രമിയാണ് എന്ന്. ഈ ശുദ്ധമായ ചരിത്രം ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ പഠിക്കണം. മുസ്ലിം ലോകത്തെ മതം, സംസ്കാരം, രീതി, രചനകള്, പാണ്ഡിത്യം എല്ലാം നിലനിർത്തിയ ഒരു ജനതയാണ് ഇവര്. അതിനുവേണ്ടി പ്രോത്സാഹനം കൊടുത്തപ്പോൾ പാണ്ഡിത്യം വളർന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, മംലൂക്കിയുടെ ഭരണകാലത്ത് പാണ്ഡിത്യം കാര്യമായി വളർന്നില്ല. എന്തുകൊണ്ട്? അവർ ഉലമാക്കൾക്ക് വേണ്ടത്ര സൗകര്യം ചെയ്തു കൊടുത്തില്ല. അതുകൊണ്ട് പാണ്ഡിത്യം തളരുക ചെയ്തത്. വലിയ വലിയ ആലിമീങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ നിഷ്കാസനം ചെയ്യപ്പെട്ടു. വലിയ വലിയ ആലിമീങ്ങൾ സദസ്സിൽ വഷളായി. ഇമാം താജുദ്ദീൻ സുബക്കിയെ പോലെ. ആരാ താജുദ്ദീൻ സുബക്കി? തഖിയുദ്ദീൻ സുബക്കി തങ്ങളുടെ മകന് എവിടെട്ടോ വഷളാക്കിയത്? ഡമാസ്കസിലിട്ട്. ആരെ ഭരണാധികാരി? മംലൂക്കി. അതേ ഡമാസ്കസിലാണ് അതിന്റെ ആ കൊല്ലങ്ങളിൽ തന്നെ ഇബ്നു തൈമിയ വളർത്തപ്പെട്ടത്. ഇസ്ലാമിക പാരമ്പര്യ പണ്ഡിതന്മാരെ വളർത്തുന്നതിൽ മംലൂക്കികൾ പുറകോട്ട് പോയി. എന്ന പേരിന് അവര് ഇന്നത്തെ രാഷ്ട്രീയ സുന്നികളെ പോലെ സുന്നി എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്തു. എന്നിട്ട് അവർ ഇബ്നു തൈമിയക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. ഇബ്നു തൈമിയ അവരുടെ കൊട്ടാരം പണ്ഡിതനാണ്. ജയിലിലിട്ടു എന്ന് എഴുതി വെച്ചു. എന്നിട്ട് കേരളത്തിലെ സലഫികൾ പ്രസംഗിച്ചു സ്വന്തം ആദർശത്തിന് വേണ്ടി ജയിലിൽ കിടന്ന്, ജയിലിൽ ജീവിച്ച്, ജയിലിൽ കിടന്ന്. ഏതാ ജയില്? ഭൂലോകം കണ്ട ഏറ്റവും വലിയ പട്ടുമൊത്തകള്, രാജാവിന്റെ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ മുറി. പുറത്ത് കണ്ട ജനങ്ങൾ തല്ലുന്ന് പേടിച്ചിട്ട് കൊട്ടാരത്തിൽ പാർപ്പിച്ചു. നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് എന്താ ജനത്തെ കുറിഞ്ഞു? എന്നിട്ട് എന്റെ എഴുതി ഇയാൾ ജയിലിൽ. എന്ത് ജയില്? കൊട്ടാരത്തിൽ. എന്തിനാ കൊട്ടാരത്തിൽ ജയിലിലിടുന്നത്? എന്തിനാണ് കൊട്ടാരത്തിൽ ഇയാളെ ജയിലിലിട്ട്? പുറത്ത് കണ്ട ഇയാളെ കൊല്ലും നാട്ടുകാര്. കാരണം അള്ളാഹുവിനെ പറ്റി വരെ അത്രയും മോശമായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇയാൾ എന്തുകൊണ്ട് കൊട്ടാരം പണ്ഡിതനാണ്? ടെററിസത്തിന് വേണ്ടി ആദ്യം മൊത്തം കൊടുക്കണം ഇബ്നു തൈമിയാണ്. ഇബ്നു തൈമിയ പിന്നെ നന്നായിട്ടില്ലേ? പിന്നെ നന്നായിട്ട് എന്താ കാര്യം? നാട്ടുകാരൊക്കെ നാശാക്കിയിട്ട് പിന്നെ ഉപര നന്നായി. അത് അള്ളാഹുവിന്റെ ഔഫുർ റഹീം റബ്ബ് പൊറുക്കുമായിരിക്കാം, അത് നമുക്ക് വിഷയം. പക്ഷെ നാട്ടുകാരുണ്ടായി. ദുനിയാവിലുള്ള എല്ലാ ആളുകൾക്കും ഒരാളാണ് വിഷം കൊടുത്തിട്ട് പിന്നെ അയാൾ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ പഠിച്ചോനെ പുറത്തു തന്നെയാറും ഔഫുർ റഹീം റബ്ബ് അയാൾക്ക് പുറത്തു കൊടുക്കൂലേ? പുറത്തു കൊടുക്കാ. പക്ഷെ ഇവിടെ എന്തായി? സംഭവം ഉണ്ടായി. ഇത് ഒരു തലമുറയല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള തലമുറക്ക് ഇയാൾ വിഷം കൊടുത്തു. എന്നിട്ടാണ് ഇയാള് നന്നായിട്ടുള്ളത്. ഞാനീ പറഞ്ഞതിനൊക്കെ അയാൾ എന്നെ പിൻവാങ്ങിയിട്ടുണ്ടെന്ന് താരീഖുണ്ട്. എന്നിട്ട് അതുകൊണ്ടാണ് ഇബ്നു ഹജർ തങ്ങൾ റജുലുൻ അളല്ലഹുല്ലാഹു വഖദലഹു, അള്ളാഹു പിഴപ്പിക്കുകയും നിന്ദിക്കുകയും ചെയ്ത ആളാണ് ഈ വ്യക്തി എന്ന് പറഞ്ഞത്. പിഴപ്പിക്കുകയും നിന്ദിക്കുകയും ചെയ്ത് എന്തുകൊണ്ട്? ആ രൂപയായിരുന്നു എന്ന് എഴുതിയത് ഇബ്നു ഹജറാണ് റളിയല്ലാഹു അൻഹു. ആരാ ഇബ്നു ഹജർ തങ്ങൾ? ഷാഫി മദ്ഹബിലെ പിൽക്കാലത്തെ ഇമാം ഷാഫിഈ. ഇവരെങ്ങനെ അംഗീകരിക്കാതിരിക്കുന്ന സുന്നികള്? ഇബ്നു ഹജർ തങ്ങളായി വെച്ച് ഞാൻ പിന്നെ വായിക്കും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇത് പഠിക്കണം. ഫിഖ് ഒരു മനുഷ്യനെ നന്നാക്കൂല, നന്നായവന് ഉപകരിക്കുന്നേ ഉള്ളൂ. ഒരു മനുഷ്യനെ ഫിഖ് ഭൂലോകത്ത് നന്നാക്കൂല. ഫിഖ് എന്നത് നന്നായോന് നല്ല രൂപത്തിൽ കർമ്മം ചെയ്യാനാ അനിവാര്യല്ലേ? 100% അനിവാര്യമാണ്. ഒരു മനുഷ്യനെ നന്നാക്കൽ താരീഖാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ പറഞ്ഞില്ലേ? ഇത് തിയറിയാണ്. അപ്പഴത്തിന് താരീഖ് പറഞ്ഞല്ലോ.
يوم ترجف الراجفة تتبعها الرادفة قلوب يومئذ واجفة أبصارها خاشعة يقولون أئنا لمردودون في الحافرة أئذا كنا عظاما نخرة قالوا تلك إذا كرة خاسرة فإنما هي زجرة واحدة فإذا هم بالساهرة. പറഞ്ഞതൊക്കെ പരലോകത്ത് നടക്കാൻ പോണ കാര്യങ്ങളാണ്. അപ്പോഴത്തിന് താരീഖ് പറഞ്ഞല്ലോ, അൽ അതാക ഹദീഥു മൂസ. എവിടെയാണ് താരീഖ് പറയാത്തത്? യാ അയ്യുന്നാസ് ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അത് പറഞ്ഞ് 2 വരി കഴിഞ്ഞപ്പോൾ ആദം നബിയുടെ താരീഖ് പറഞ്ഞല്ലോ അലൈഹിസ്സലാം. എന്തുകൊണ്ട്? ഒരു വ്യക്തിയെ ഫിഖ്ഹിൽ നന്നാക്ക താരീഖാണ്. താരീഖ് ഇല്ലാതെ നന്നാവില്ല. യാ അയ്യുഹല്ലദീന ആമനു, അത് അഖീദയാണ്. ഞാൻ പറഞ്ഞു കുതിബ അലൈക്കും സിയാം ഫിഖ്ഹാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, അതെന്താ താരീഖാണ്. അപ്പോഴേ ലഅല്ലക്കും തത്തഖൂൻ ഉണ്ടാവുള്ളൂ. നീ നോമ്പ് അവരെങ്ങനെ അതിന്റെ പവിത്രത കണ്ടു, അവരെങ്ങനെ ഇതിനെ പവിത്രമായി അവരിലെ സുലഹാക്കൾ കണ്ടു എന്ന് താരീഖ് നീ പഠിച്ച് അതനുസരിച്ച് ചെയ്താലേ ലഅല്ലക്കും തത്തഖൂൻ. അത് തസവുഫാണ്. ഞാൻ പലവട്ടം ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അത് അഖീദയാണ്. കുതിബ അലൈക്കും സിയാം ഫിഖ്ഹാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, അത് താരീഖാണ്. ആ താരീഖ് കൂട്ടിക്കെട്ടിയതാണ് എന്റെ ലഅല്ലക്കും തത്തഖൂൻ തസവുഫ്. എന്റെ തസവുഫ് തസ്കിയത്തുൽ ഖൽബ്, തസ്കിയത്തുൻ നഫ്സ്, തഖ്ദീസുർ റൂഹ്. ഇത് പഠിക്കാൻ തയ്യാറാകണം. ഉസ്മാനികൾ അത്ഭുതകരമായ നന്മകൾ ചെയ്തവരാണ്. അവരുടെ ഒരു നന്മ ഒന്ന് അദബാണ്. അദബ് ഭയങ്കര അദബാണ്. ഉസ്മാനികളുടെ അദബ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അദബാണ്. ഒരു നിർബന്ധ ഘട്ടം വരുന്നത് വരെ ഖുർആൻ അച്ചടിക്കാൻ സമ്മതിച്ചില്ല. ഒരു നിർബന്ധ ഘട്ടം വരുന്നവരെ ഖുർആൻ അച്ചടിക്കാൻ സമ്മതിച്ചില്ല. ഖുർആൻ പകർത്തിയെന്ന പണിയാണ് എടുത്തു. എല്ലാവരോടും ഖലീഫമാർ എന്ത് പ്രഖ്യാപിച്ചു? ഉലമാക്കൾ പ്രേരിപ്പിച്ചു. ഖലീഫമാർ ഖുർആൻ പകർത്തിയത് അതിമനോഹരമായ കാലിഗ്രഫി പഠിക്കാനുള്ള സംവിധാനം ഓരോ മഹല്ലുകളിലും ഏർപ്പെടുത്തി. പള്ളി ദർസുകളിൽ കാലിഗ്രഫി പഠിക്കാനുള്ള സംവിധാനങ്ങൾ. ദർസോടുകൂടി എന്തും കിതാബോടുകൂടി തന്നെ കാലിഗ്രഫി പഠിക്കും. നല്ല എഴുത്ത്. ഈ എഴുത്തെന്തിനാ? ഖുർആൻ പകർത്തിയത്, കിതാബ് പകർത്തിയത്. കിതാബ് പ്രിന്റ് ചെയ്യാൻ സമ്മതിക്കൂല. കാരണം പറഞ്ഞുതരാ. അവരെന്നെ കാരണം പറയുന്നത് ഒരു അനിവാര്യ ഘട്ടത്തിൽ മാത്രമാണ് പണ്ഡിതന്മാർ ഫത്വ കൊടുത്തത്. അതേ സമയത്ത് ഉസ്മാനി രാജ്യങ്ങളിൽ ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെയും എല്ലാ ഗ്രന്ഥങ്ങളും അച്ചടിക്കാനും വിശുദ്ധ ഗ്രന്ഥങ്ങൾ അച്ചടിക്കാനും എല്ലാവിധ സൗകര്യങ്ങളും അവർ ഏർപ്പെടുത്തി. ആയിക്കോട്ടെ, എന്തുകൊണ്ട്? അവരെ പണ്ഡിതന്മാർക്കല്ലേ എതിർപ്പില്ല. ബൈബിൾ അച്ചടിക്കുന്നതിന് അവർക്കൊരു വിരോധമില്ല. എന്തുകൊണ്ട് അച്ചടിക്കുന്ന വിരോധമില്ല? ബൈബിൾ ശാസ്ത്ര പണ്ഡിതന്മാർക്കല്ലേ എതിർപ്പില്ല. ഖുർആന്റെ പണ്ഡിതന്മാർക്കോ എതിർപ്പാണ്, അച്ചടിക്കാൻ പാടില്ല. പിന്നെ എന്തുകൊണ്ട്? എന്തൊരു നന്മയാണത്. അദബ്. അദബ് പോലത്തെ സംഗതി ഉണ്ടല്ലോ, ഉണ്ടോ? അദബ് പോലെ ഒരു കാര്യം ഇല്ല. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദീൻ എന്നാൽ അദബാണ്. ദീൻ അദബാണ്. ഖുർആൻ അച്ചടിക്കാൻ സമ്മതിച്ചില്ല. എന്തുകൊണ്ട്? ചില കമ്പോസിങ് ചെയ്തിട്ട് മഷി പുരട്ടിയിട്ട് ഇട്ടടിക്കുക. അത് ഖുർആൻ, എന്നിട്ട് അത് പേജായി തീരുക. അത് ഖുർആനോട് കാണിക്കുന്ന ഒരു അനാദരവാണെന്ന് ഉലമാക്കൾ പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു. കുടുങ്ങിയിട്ടില്ല. രാജ്യത്തെ ആവശ്യക്കാരെ വീടുകളിലൊക്കെ ഖുർആൻ ഉണ്ട്. എന്തുണ്ട്? അവർ കാലിഗ്രഫി വളർത്തി. എല്ലാ മഹല്ലുകളിൽ പള്ളി ദർസുകളിൽ കിതാബ് ഓടുന്നത് പോലെ കാലിഗ്രഫി പഠിക്കാനുള്ള സംവിധാനങ്ങള്. ആയിരക്കണക്കായ ഖുർആൻ പകർത്തേറ്റുകൾ ഇസ്താൻബുളിൽ മാത്രം ഉണ്ടായിരുന്നു. എല്ലാവരും പകർത്തേറ്റും. ഞാൻ പറയാം, ലോകം മുഴുവനും പടനയിച്ച വില്ലാളി വീരനാണ് സുലൈമാൻ ഖാനൂനി. അദ്ദേഹം 8 ഖുർആൻ പകർത്തിയിട്ടുണ്ട്. 8 മുസാഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആര്? സുലൈമാൻ ഖാനൂനി. അപ്പൊ അത് അവരുടെ ജീവിതത്തിലെ വലിയൊരു കാര്യമല്ലേ? നമുക്ക് കഴിയും. ഇത് ഭൂമിയുടെ 60% അന്ന് മനുഷ്യവാസമുള്ള സിവിലൈസേഷൻസ് ഉള്ള ചരിത്രം അടയാളപ്പെടുത്തിയതിന്റെ 60% കൈവശം വെച്ച മനുഷ്യൻ. എന്നും പ്രശ്നം. ആ മനുഷ്യൻ 8 മുസാഫ് പകർത്തിയിട്ടുണ്ട്. 8 മുസാഫുകൾ അയാളെ കൈകൊണ്ട് പകർത്തിയിട്ടുണ്ട്. താൻ കൈകൊണ്ട് എഴുതിയിലാണ് താൻ ഓടിയിരുന്നത്. ആര്? സുലൈമാൻ ഖാനൂനി. യൂറോപ്യന്മാർ അദ്ദേഹത്തെ പറ്റി പറയുന്ന സുലൈമാൻ ദി മാഗ്നിഫിസന്റ് എന്നാ. എന്ത് അതിശയകരമായ വ്യക്തിത്വത്തിന്റെ ഉടമ. സുലൈമാനുൽ ഖാനൂനി ഭരിച്ചിരുന്ന കാലത്ത് 10,000-കണക്കായ തൊഴിലാളികൾ ഉണ്ട്. എവിടെ? ഇസ്താൻബുളില്. എന്ത് ചെയ്യാ? ഇങ്ങനെ പകർത്തിയ ഖുർആൻ പകർത്തിയ ഖുർആനിൽ അച്ചടി യന്ത്രം ഉപയോഗിക്കാൻ ഉസ്മാനികൾ സമ്മതിച്ചില്ല. എന്തുകൊണ്ട്? ഖുർആൻ എന്നാൽ അതിന്റെ ജമാലോടുകൂടെ ചെയ്യണം. അച്ചടിയുടെ ചരിത്രം പറഞ്ഞാൽ ആദ്യമായി ഖുർആൻ അച്ചടിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി അറബിയിൽ പ്രിന്റ് ചെയ്യുന്നത് 1455-ലാണ്.
അറബിയിലെ ആദ്യത്തെ പ്രിന്റിംഗ് 1455 അത് അറബ് നാട്ടിലല്ല, ഇറ്റലിയിൽ. അതിന് നേതൃത്വം നൽകിയത് അറബിയിലെ ഈ പ്രിന്റിങ്ങിന് നേതൃത്വം നൽകിയത് 15-ാം നൂറ്റാണ്ടിലെ പോപ്പായ ജൂലിയസ് രണ്ടാമനാണ്. അച്ചടിച്ചൊരു സാധനം പുറത്തിറക്കിയത് അറബിയിൽ, അറബ് നാട്ടിലല്ല, ഏഷ്യയിലും അല്ല, അറബി സംസാരിക്കാത്ത നാടായ ഇറ്റലിയിലാണ്. ഏതാ വർഷം? 1455. ആ അച്ചടിക്ക് നേതൃത്വം കൊടുത്ത ആരാ? 15-ാം നൂറ്റാണ്ടിലെ പോപ്പായ ജൂലിയസ് രണ്ടാമൻ. ആദ്യത്തെ അറബി അച്ചടി പുസ്തകം കേട്ടോളൂ, വിട്ടുപോരുത്. അറബിയിലെ ആദ്യമായി അറബിയിൽ അച്ചടിച്ച ഗ്രന്ഥം ലോക ചരിത്രത്തിൽ. ഇതൊക്കെ അറബി അച്ചടിച്ച, പക്ഷെ ഇതിനൊരു പാപ്പുണ്ട്. ആദ്യമായി അറബിയിൽ അച്ചടിച്ച ഗ്രന്ഥം അറബിയിൽ ഇറ്റലിയില് ജൂലിയസ് രണ്ടാമൻ പോപ്പിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അച്ചടിച്ച സ്വലാത്തു സവാഇ ബിഹസബി തഖസി കനീസത്തിൽ ഇസ്കന്ദരിയ എന്ന കിതാബാണ്. ഇതൊരു ക്രിസ്തീയ ഗ്രന്ഥമാണ്. ഈജിപ്തിൽ അലക്സാണ്ട്രിയയിലെ ക്രിസ്തീയ ചർച്ചിൽ വരുന്ന ധാരാളം അറബി ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന പുസ്തകം ഇറക്കിയത്. അതാണ് അറബിയിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം. അച്ചടിക്കുന്ന ഏതാ വർഷം? 1455. സ്വലാത്തു സവാഇ, സമയക്രമം അനുസരിച്ച പ്രാർത്ഥന. സാഅത്ത് സവാഇ, സ്വലാത്തു സവാഇ ബിഹസ്ബി തഖസി കനീസത്തിൽ ഇസ്കന്ദരിയ, അലക്സാണ്ട്രിയ ചർച്ചിലെ കുർബാന അനുസരിച്ചുള്ള പ്രാർത്ഥനാക്രമങ്ങൾ. ഇതാണ് ആദ്യമായി അറബി അച്ചടിച്ചത്. ഏതാ വർഷം? 1455. അന്ന് മുസ്ലിം പണ്ഡിതന്മാർ മംനുഅ, അച്ചടിക്കൽ ഹറാമാണ് എന്ന് 10 തൊട്ട അച്ചടിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? പിന്നെ എങ്ങനെ ഹലാലായി? കാലത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ചില ഫത്വകൾ കാലത്തിനനുസരിച്ച് മാറും. അന്ന് പണ്ഡിതന്മാർ നിരോധിച്ചു. എന്നല്ല ഒരു മുസ്ലിമിന്, ഒരു ക്രിസ്ത്യാനിക്കോ ജൂഡനോ ഒരു പ്രസ് കൈവശം വെക്കാം, എന്നാൽ പ്രസ് ഒരിക്കലും മുസ്ലിമിന് വിൽക്കാൻ പാടില്ല എന്ന നിയമം. എന്തുകൊണ്ട്? മുസ്ലിം വിറ്റാൽ ഒരു അറബി ഗ്രന്ഥം അച്ചടിക്കും, അറബി ഗ്രന്ഥം അച്ചടിക്കരുത്. അപ്പോൾ അന്ന് ലോകത്തിൽ ലക്ഷക്കണക്കിന് ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ പകർത്തിയെഴുതി കൊടുക്കും. ഇതിൽ അവർ 2 കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അതിനോടുള്ള അദബ് പാലിക്കാൻ കഴിയില്ല അച്ചടിക്കുമ്പോൾ. 2, അച്ചടി ഗ്രന്ഥങ്ങളിൽ കടത്തിക്കുട്ടൽ എളുപ്പമായിരിക്കും. കാരണം അച്ചടി എന്ന് പറഞ്ഞ ഒരു വർക്കാണ്. പകർത്തിയതിൽ ഇത് അങ്ങനത്തെ വർക്കല്ല, ആലിമീങ്ങൾ ചെയ്യുന്ന വർക്കാണ്. അതുകൊണ്ട് അതിലൊരു ഹർഫ് കൂടൂല, ഒരു ഹർഫ് കുറയൂല. അതുകൊണ്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കടത്തിക്കൂട്ടാൻ വഴിയൊരുങ്ങും. എന്ത് വഴി? അച്ചടി വഴി. കടത്തിക്കൂടും ചെയ്തല്ലോ. ലോകത്തെ ഏത് ഗ്രന്ഥത്തെ വിശ്വസിക്കാൻ പറ്റുക? ഞാൻ ഈ സ്റ്റേജ് വരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എത്രയോ ഗ്രന്ഥങ്ങളെ നശിപ്പിച്ചത്. ആരാ നശിപ്പിച്ചത്? മുസ്ലിമീങ്ങൾ. ഞാനിപ്പോ സ്വാമിയെ പറ്റി പറഞ്ഞല്ലോ, അതിപ്പോ സഭയിലില്ലല്ലോ, അത് ഒഴിവാക്കി. പകർത്തിയ ഒഴിവാക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? അത്രയും സൂക്ഷ്മജ്ഞാനികളായ ആലിമീങ്ങളാണ് പകർത്തുക. ഇത് ഏതെങ്കിലും ഒരു പ്രസ്സിന് കൈക്കൂലി കൊടുത്താൽ നടക്കും? സൂക്ഷ്മശാലികളായ ഉലമാക്കൾ പകർത്തിയെഴുതുന്നതിന് അതിൻ്റെതായ ഭംഗിയുണ്ടാവും. ഒരു സാധനം കൈകൊണ്ട് ചെയ്താലും മെഷീൻ കൊണ്ട് ചെയ്താലും രണ്ടവസ്ഥയില് അല്ലേ? പറയും. ഖുർആനിന്റെ ജമാലോടുകൂടെ പകർത്തിയെഴുതണം. ഒരാളുകളും അതിനൊരു ജമാല് വരുത്തും, ഭയങ്കരമായിരിക്കും. അതിലോടുമ്പോൾ ഒരാള് 2-3 കൊല്ലം കൊണ്ട് പകർത്തി എഴുതിയ ഒരു മുസാഫിൽ ഓടാൻ നമുക്കിന്റെ സന്തോഷമായിരിക്കും. അതേ സമയത്ത് ഏത് ഉമ്രക്കോയാലും വെറുതെ കിട്ടുന്ന മുസാഫ് നമ്മളെ ടീപ്പോയിന്റെ അടിയിൽ അങ്ങനെ നടക്കും. അതിന്റെ ഇക്കാക്ക ഉമ്രക്കോയിക്കൊണ്ടു വന്നാണ് ഉമ്രക്കോയ വരുമ്പോ വെറുതെ കിട്ടും മുസാഫ്. അക്കാലത്ത് അങ്ങനത്തെ സമ്പ്രദായം അച്ചടിയില്ല. ആദ്യമായി ഖുർആൻ അച്ചടിക്കുന്നത് 1530 മക്കയിലല്ല, മദീനയിലല്ല. ഈ അച്ചടി യന്ത്രങ്ങളൊക്കെ അന്ന് ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ കരുത്തുള്ളവർ തന്നെ അവരൊക്കെ. പക്ഷെ ഓരത് ചെയ്തില്ല. 1530 ആരുടെ കാലം? സുലൈമാൻ ഖാനൂനിയുടെ കാലം. അവര് വാപ്പയാണ് ആര്? സലീം ഒന്നാമൻ. 1530 സുലൈമാൻ ഖാനൂന്റെ കാലം. അന്ന് മക്കയിലും മദീനയിലും കൊണ്ടുവന്നിട്ട് മുസാഫ് അച്ചടിക്കാൻ ഇവർക്ക് കഴിയില്ലേ? ഇവരെ ആരാ? ലോകങ്ങളുടെ മണക്കാരല്ലേ? പക്ഷേ എന്നെ മരിച്ചില്ല. ആദ്യമായി ഖുർആൻ മുസാഫ് അച്ചടിക്കുന്നത് ഇറ്റലിയിലാണ്, വെനീസിൽ 1530. ആദ്യത്തെ അറബി പ്രിന്റിങ്ങും ഇറ്റലിയിലാണ്.
അതെന്നാ 1455 ആദ്യത്തെ മുസഹഫ് അച്ചടിക്കുന്നത് 1530 എവിടെ? ഇറ്റലിയിലെ വെനീസിൽ. ഈ മുസഹഫ് അച്ചടിക്കാൻ നേതൃത്വം കൊടുത്തത് ആരാ? മക്കയിലെ ഇമാമല്ല. ആദ്യത്തെ മുസഹഫ് അച്ചടിക്കുന്നത് ലൂയിസ് മറാക്കിയാണ്. അയാൾ ഒരു കത്തോലിക്ക പുരോഹിതനാണ്. അയാളാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി മുസഹഫ് അച്ചടിച്ചത്. അതേ സമയത്ത് മുസ്ലിം രാജ്യങ്ങളിൽ അന്ന് മുസഹഫ് അച്ചടിക്കൽ ഹറാമാണ്. എന്ത്? അതിനോട് അദബ് കാണിക്കാൻ കഴിയില്ല. പിന്നെ നിർവാഹം ഇല്ലാത്തൊരു ഘട്ടം വന്നാൽ അപ്പോൾ പണ്ഡിതന്മാർ ഫത്വ കൊടുക്കും. മുർത്തർ ഹറാമ ഹലാലാവും പോലെ. ഒരു മനുഷ്യനെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ടാൽ, ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ടാൽ കൈ കിട്ടി വെള്ളം കുടിക്കാലോ. അതവിടെ ബിസ്കിയാണോ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. എത്ര കുടിക്കാം? ആളവിൽ കുടിക്കാം. കുടിച്ചപ്പോൾ തിരക്കടില്ലാന്ന് തോന്നി, അപ്പൊ ആ ക്ലാസ് മുഴുവൻ കുടിച്ചു. അത് നടക്കൂല. ഹറാമ ഹലാലാവും എന്ത് സാഹചര്യങ്ങൾ മാറുമ്പോ. ഖുർആൻ അച്ചടിച്ചിട്ടില്ല മുസ്ലിമീങ്ങൾ. ഖുർആൻ പകർത്തിയിട്ടും കിതാബ് പകർത്തിയിട്ടും. ഖുർആൻ ആദ്യമായി അച്ചടിച്ചത് കത്തോലിക്കക്കാരാണ്. ഒരു മതവിഭാഗം മറ്റൊരു മതവിഭാഗത്തിന്റെ ഗ്രന്ഥത്തെ അച്ചടിക്കുന്നതിന് പിന്നിൽ എന്തായിരിക്കും ഒരു ലക്ഷ്യം? അവരുടെ ഹറാമിന്റെ ഫത്വ നിലനിൽക്കവേ, ആ സൊസൈറ്റിയുടെ പണ്ഡിതന്മാരുടെ ഹറാമിന്റെ ഫത്വ നിലനിൽക്കവെയാണ് മറ്റൊരു സമുദായത്തിലെ അധ്യക്ഷന്മാർ ഈ ഗ്രന്ഥം, വേദഗ്രന്ഥം അച്ചടിക്കുന്നതെങ്കിൽ അതിന്റെ പിന്നിൽ സതുദ്ദേശമില്ല എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണല്ലോ. ആദ്യമായി ഖുർആൻ അച്ചടിക്കുന്നത് ലൂയിസ് മറാക്കിയാണ്. ആദ്യത്തെ മുസാഫ് അദ്ദേഹത്തിൻ്റെതാണ്, ലൂയിസ് മറാക്കിയുടെ. വെനീസിലാണ് ആദ്യമായി മുസാഫ് അച്ചടിക്കുന്നത് 1530. അദ്ദേഹം കത്തോലിക്ക പ്രീസ്റ്റാണ്. ഇറ്റലിയിലെ വെനീസിലെ ഒരു പ്രഗത്ഭനായ കത്തോലിക്ക പുരോഹിതനാണ് ഇദ്ദേഹം, ലൂയിസ് മറാക്കി. ഉസ്മാനികൾ ആദ്യ കാലം മുതലേ ഇസ്ലാമിക ഗ്രന്ഥങ്ങള്, മുസാഫുകള് ഇതൊക്കെ പകർത്തി എഴുതണം എന്ന താല്പര്യക്കാരാ. എന്തുകൊണ്ട്? ഓരോ ഗ്രന്ഥവും ഗ്രന്ഥത്തിനോട് തൊട്ടിച്ച് നോക്കി വൃത്തിയാക്കി ചെയ്യും. ഇന്നത് ചെയ്യൂല. പ്രിന്റിങ് നടത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രന്ഥത്തിൽ ഒരു അവഗാഹവും അയാൾക്ക് ഉണ്ടാവില്ല. മറ്റേ അങ്ങനെയല്ല. ദർസിനോടനുബന്ധിച്ച പഠനമാണ് കാലിഗ്രഫി. ഇന്ന് ദർസിൽ കാലിഗ്രഫി പഠിക്കണില്ല. എന്തുകൊണ്ട്? കാലിഗ്രഫി ഇന്ന് അനിവാര്യമല്ല. എന്തുണ്ട്? അച്ചടിയുണ്ട്. നമ്മൾ ചില ആളുകളെ പറ്റി പറയാം. ഔറംഗസീബിന്റെ പ്രധാന വരുമാനം ഖുർആൻ പകർത്തിയതാ. അക്കാലത്തെ രാജാക്കന്മാരൊക്കെ അങ്ങനെയാ. ടിപ്പുന്റെ ചരിത്രം നമ്മൾ നോക്കാത്തോണ്ടാ. ടിപ്പുന്റെ ചരിത്രം അങ്ങനെ തന്നെ ആയിരിക്കും. ഏകദേശ ഖലീഫമാരും ആലിമീങ്ങളും ഉമറാക്കളും അവരൊക്കെ എന്ത് ചെയ്യും? ഖുർആൻ പകർത്തിയരും. കാരണം ഖുർആൻ പ്രിന്റിംഗ് ഇല്ല. 1530 ഖുർആന്റെ പ്രിന്റിംഗ് വന്നിട്ട് മുസ്ലിമീങ്ങൾ ഉപയോഗിച്ചപ്പോഴത്തിന് 2 നൂറ്റാണ്ട് കഴിഞ്ഞു. പിന്നെ ഈ മുസാഫുകൾ, ആ മുസാഫ് നേരെ അവർ ഉസ്മാനി ഖിലാഫത്തിന്റെ രാജ്യങ്ങളിൽ വിൽക്കാൻ വേണ്ടി ഷിപ്പ് വഴി കൊണ്ടുവന്നു. പക്ഷേ മുസ്ലിം പണ്ഡിതന്മാർ അത് വാങ്ങരുത് ഫത്വ കൊടുത്തു. 1, 2 അത് നിറയെ തെറ്റുണ്ടായിരുന്നു. പിന്നെ 2 നൂറ്റാണ്ട് മുസ്ലിമീങ്ങൾ മുസാഫ് വാങ്ങിയില്ല, പകർത്തിയതും. അതിന് വലിയ പൈസ കൊടുക്കണം. സത്യത്തിൽ 2 ദിർഹം കൊടുത്താൽ ഇത് കിട്ടും, 100 ദിർഹം കൊടുത്താൽ മറ്റേ കിട്ടൂല. തോലിലും മറ്റും താളിയോലയിലോ കടലാസിലോ പകർത്തി എഴുതിയ ഗ്രന്ഥങ്ങൾ കിട്ടൂല. 100 ദിർഹമിനോ 200 ദിർഹമിനോ കിട്ടൂല. എന്തുകൊണ്ട്? ഒരാളുടെ 2-3 വർഷത്തിന്റെ അധ്വാനമാണ് എന്ത് ഈ സാധനം. അപ്പൊ അതിന് വലിയ പൈസ കൊടുക്കേണ്ടി വരും. ആയിരക്കണക്കിന് ദിർഹം കൊടുത്താലേ ഒരു മുസാഫ് കിട്ടുള്ളൂ. ആ മുസാഫിന് വിലയുണ്ടാവും. ഇന്ന് മുസാഫിന് വിലയില്ല. എന്തുകൊണ്ട്? നാട്ടിൽ തീരെ വിലയില്ലാത്ത സാധനം എന്താണ്? മുസാഫ്. എന്തേ? ഇനി ആർക്കാ അധ്വാനമുള്ളത്? എന്താ അധ്വാനമുള്ളത്? പൈസ വെച്ച് കൊടുത്തിട്ടില്ല. മക്കത്തിന് വെറുതെ കൊടുത്തേക്കല്ലേ. ഇതാണ് വിഷയമെങ്കിൽ ഇത് ആദ്യം കൊടുക്കേണ്ടത് മുത്തുനബി അല്ലേ? ഇതൊരു പുസ്തകമാക്കി കൊടുക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട മുത്തുനബി അല്ലേ? ചെയ്തിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ മുസാഫ് ഉണ്ടാക്കുന്ന സീന സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. ക്രോഡീകരിക്കണത് എല്ലാവരുടെ ഹൃദയത്തിൽ ഖുർആനുണ്ട്. ആയിരക്കണക്കാണ് സ്വഹാബികൾ ഖുർആൻ അറിയും, 10,000-കണക്കിന് അറിയും. എന്തില്ല? എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ഗ്രന്ഥമായി രൂപീകരിച്ചില്ല. അത് സീന സിദ്ദീഖാണ്. എന്നിട്ട് ഒരു മുസാഫ് ആക്കിയിട്ട് അത് ആയിഷ ബിയുടെ വീട്ടിൽ വെച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലത്ത് ഹഫ്സ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കൊണ്ടുവന്നു. അന്ന് അവരായിരുന്നു, ഹഫ്സ ബിയുടെ വാപ്പയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അവിടെ എത്തിച്ചു. ഇതെത്ര വലിയ കാര്യമാണെങ്കിൽ ഒരു മുസാഫ് ഉണ്ടാക്കി വെച്ചിരിക്കെ ഒരു 10,000 മുസാഫ് ഉണ്ടാക്കിയതാ. ഓരോ നാട്ടിലേക്ക് ആളുകൾ ഇങ്ങനെ പോകുമ്പോ സിദ്ദീഖുൽ അക്ബർ കൊടുത്തൂടെ? ഈ ആധുനിക കള്ളന്മാരല്ലാതെ ആരാണ് ഈ പണിയെടുത്തത്? നിങ്ങൾ ഈ ആഴ്ച ഉംറക്ക് പോവുകയാണെങ്കിൽ അത് കഴിഞ്ഞ ഒരു മുസാഫ് കിട്ടും, അടുത്ത ആഴ്ച പോവുകയാണെങ്കിൽ പിന്നെ ഒരു മുസാഫ് കിട്ടും. അതുകൊണ്ട് പത്രത്തിന്റെ അടിയിൽ എത്രയോ മുസാഫ് അങ്ങനെ പൊടി പിടിച്ചിറക്കും. അതിനടി നമ്മളിങ്ങനെ ഔട്ടും ചെയ്യും. ഒരു മുസാഫ് ഉണ്ട്. ഇത് 3000 ദിനാറ് കൊടുത്ത് കൂഫയിലെ ചന്തയെന്ന് വാങ്ങിയതാണ്. അതാ നാട്ടിലെ ഏറ്റവും വലിയ പെട്ടിയെ സൂക്ഷിക്കും. കാരണം ആ വീട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം മുസാഫ്. 1447 ബായസീദ് രണ്ടാമന്റെ കാലത്ത് ഫത്വ പുറപ്പെടുവിച്ചു. അതായത് ഇറ്റലിയിലും മറ്റൊക്കെ പ്രിന്റിംഗ് ഇങ്ങനെ വെളിവാക്കാൻ തുടങ്ങി. 1455 അറബി പുസ്തകം പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ആ കാലമാണ് ബായസീദിന്റെ കാലം. ബായസീദ് രണ്ടാമൻ എന്ന് പറഞ്ഞാൽ സലീം ഒന്നാമന്റെ വാപ്പ.
സലീം ഒന്നാമൻ ആരാ? ആദ്യത്തെ ഖലീഫ. അതിന് വരെ സുൽത്താൻ, പിന്നെ ഖലീഫയായി, ഖാദിമുൽ ഹറമൈനിയായി. ബായസീദ് രണ്ടാമന്റെ മകനാണ് സലീം ഒന്നാമൻ. ബായസീദ് രണ്ടാമന്റെ കാലത്ത് 1450 ശേഷം ആലിമീങ്ങൾ, മുസ്ലിം ആലിമീങ്ങൾ ഫത്വ കൊടുത്തു. എന്ത്? കിതാബുകളോ മുസാഫോ പ്രിന്റ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? 1455 ഇറ്റലിയിൽ ആദ്യത്തെ അറബി പുസ്തകം ഉണ്ടായി. അപ്പൊ അതിനെ വഴി പിടിച്ച് നമ്മളാളുകളും അറബി പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടായി. പേടിയായി. ഖുർആൻ അച്ചിലാക്കി മഷി പുരട്ടി അച്ചടിച്ച് പ്രിന്റ് ചെയ്യുന്നത് അദബ് കേടാണെന്നും മനോഹരമായ കാലിഗ്രഫിയിൽ സമയമെടുത്ത് ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് ഖുർആൻ എന്നും അവർ ഫത്വയിൽ പുറപ്പെടുവിച്ചു. അതായത് വളരെ ശ്രദ്ധയോടെ ചെയ്യണം, സമയമെടുക്കണം. ഒരു മുസാഫൊക്കെ ആയിക്കോട്ടെ 2-3 കൊല്ലാവും. കാരണം അതിന് പണിയല്ലേ. ഒന്ന്, അതിൻ്റെ ഒക്കെ ഒരു അക്ഷരം, അതിൻ്റെ വഖഫ് ലാസിമുണ്ട്, വഖഫ് ജായിസ് ഉണ്ട്, ഒരു അടയാളിടണം, മദ് സെഡ് അടയാളിടണം, ഓരോന്നും അതിൻ്റെ കൃത്യമായി വരക്കണം. പണിയല്ലേ. ഇതൊരു പ്രിന്റിംഗ് പ്രസ്സിൽ മുസാഫ് അച്ചടിച്ച് അതിന് സെറ്റ് ചെയ്ത് വെച്ചാൽ കോടാനക്കോടി മുസാഫും അങ്ങനെ അടിക്കാം. എന്നാ അതാ പരിപാടി. അച്ചടിക്കത് ക്വാണ്ടിറ്റി കൂട്ടുക. ആലിമീങ്ങൾ എതിരായി. അച്ചുകൂടത്തിൽ പുരട്ടുന്ന നെജസാണെന്ന് പറയും. ഇത് അറബി കട്ട, പ്രത്യേകമായി ശുദ്ധീകരിക്കപ്പെട്ട ഈ ഇങ്കിന്റെ കട്ടകളുണ്ട്. ഈ അറബി മഷി കൊണ്ട് എഴുതാൻ ഭയങ്കര പണിയാ. ഉദാഹരണം പറയാം, നമ്മൾ സാധാരണയായി പിഞ്ഞാന എഴുത്തിന് വേണ്ടി ഉപയോഗിക്കും. ആദ്യം പിഞ്ഞാന എഴുതി കൊടുക്കുന്ന അറബി സഹാബികളിൽ ഏറ്റവും കൂടുതൽ പിഞ്ഞാന എഴുതി കൊടുത്തത് അലി ബിൻ അബി ത്വാലിബാണ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ പിഞ്ഞാന എഴുതാൻ നിങ്ങൾ കേൾക്കാം, പിഞ്ഞാന എഴുതാൻ പിഞ്ഞാന എഴുതി നമ്മളെ ഇതുകൊണ്ട് നടക്കൂല. നമ്മളെ ബോൾ പേന കൊണ്ടോ മറ്റോ സാധാരണ അങ്ങാടിയിൽ കിട്ടുന്ന മഷി കൊണ്ടോ പറ്റൂല. എന്തുകൊണ്ട്? അത് ശുദ്ധീകരിച്ച മഷിയാന്ന് ഉറപ്പുണ്ടാവണം. അപ്പൊ എന്ത് ചെയ്യണം? മഷിക്കട്ട വാങ്ങിക്കൊണ്ടുവരണം. മഷിക്കട്ട വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഉരലിട്ട് ഇട്ടിക്കണം. പണിയാ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യാം. അതായത് കോഴിക്കോട് ചില മുസ്ലിം സ്ഥാപനങ്ങളില് ബുക്ക് സ്റ്റാളുകളിൽ മഷിക്കട്ട കിട്ടും, അറബി മഷിക്കട്ട. ഈ അറബി മഷിക്കട്ട ശുദ്ധമായ, ഒരു നജസും കലരാത്ത ശുദ്ധമായ മഷിക്കട്ടകളാണ്. ആ മഷിക്കട്ടകൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? ഉരലിട്ട് ഇടിക്കണം. ഉരലിട്ട് ഇടിച്ചതിന് ശേഷം അത് മുണ്ടിൽ കെട്ടുക. ഈ മുണ്ടിൽ വയലുമുണ്ട് കെട്ടുക. ഈ വയലുമുണ്ടിൽ കെട്ടിട്ട് ഇത് ഇങ്ങനെ തെള്ളണം. ഇങ്ങനെ 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 തെള്ളിക്കഴിഞ്ഞാൽ അതിനിങ്ങനെ കുറച്ച് പൊടി ചാടും. ബാക്കി പിന്നെ എടുക്കണം. എന്നിട്ട് നമ്മൾ അതിലെന്ത് ചെയ്യും? അത് കുപ്പിയിലാക്കും. ആ കുപ്പിയിലേക്ക് അതിന്റെ തോതനുസരിച്ച് എന്ത് ചെയ്യണം? വെള്ളം വരും തോതനുസരിച്ച്. എന്നിട്ട് മുള പോലെയുള്ള സാധനങ്ങൾ കൂർപ്പിച്ച് കൊണ്ടുവരണം. എന്നിട്ട് ഇങ്ങനെ ഇത് ചെയ്യുക. ഇതാണ് എന്ത്? അറബിയായിട്ട്. അതാ കാലിഗ്രഫി. കാലിഗ്രഫിക്ക് അതാണ് ഉപയോഗിക്കുക. അപ്പൊ എന്ത്? നേരെ മറിച്ച് ഈ മച്ചടിക്ക് ഉപയോഗിച്ച ഇങ്ക് എന്താ ഉണ്ടാക്കിയത് അറിയോ? ഉറപ്പില്ല. മരം അല്ലാത്ത തസ്ബീഹ് മാലയിൽ തസ്ബീഹ് എല്ലുന്നത് മാനസികമായി എനിക്കൊരു ഇഷ്ടമില്ല. എന്തുകൊണ്ട്? ഈ അടുത്ത കാലഘട്ടത്തിൽ ചില റിപ്പോർട്ടുകൾ വന്നപ്പോൾ ആ റിപ്പോർട്ടുകൾ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു. എന്താ റിപ്പോർട്ട് എന്നറിയോ? അതായത് എല്ലുകൾ കൊണ്ടുപോയിട്ട് എല്ലുകളിൽ കളർ ചേർത്തിട്ടാണ് തസ്ബീഹ് മാലകളുടെ മണികൾ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഈ എല്ലുകൾ എന്തിന്റെ എല്ലാം ഉറപ്പില്ല. തെരുവിലെ നായയുടെ എല്ല് വരെ ഇതിലുണ്ടാകാം, അല്ലാതെ ഉണ്ടാകാം. പക്ഷെ നമുക്ക് എന്തില്ല, ഉറപ്പില്ല. അപ്പൊ ഞാൻ തസ്ബീഹ് മാലൊക്കെ എപ്പോഴും ഹർഷബാണ് ഉപയോഗിക്കുക. മരം കിട്ടിയില്ലെങ്കിലോ പരമാവധി കൈ കൊണ്ട് ഉപയോഗിക്കും. കുടുങ്ങിയാൽ വലിയൊരു ചെല്ലാന് ഈ പ്ലാസ്റ്റിക്കിന്റെ മണി പോലത്തെ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. എന്തുകൊണ്ട്? ഇത് പ്ലാസ്റ്റിക് ആണോ, ഇത് എല്ലാണോ, ഇത് ഏതെങ്കിലും നായയുടെ എല്ലാണോ, ഹെൻസീറിന്റെ എല്ലാണോ അറിയില്ല. എന്നതുപോലെ ഈ അച്ചടികളിൽ ഉപയോഗിക്കുന്ന കണ്ടന്റ് എന്താ അറിയില്ല. ഹലാലുണ്ടാവാ ഹറാമുണ്ടാവാ. കാലിഗ്രഫി ചെയ്യുമ്പോ ഈ ശുദ്ധമായ മഷിക്കട്ട കൊണ്ടുവന്ന് ഇടിച്ച് ആലിമുൽ അല്ലമയാണ് ഇത് ചെയ്യുന്നത്. അവരിൽ നിന്ന് അങ്ങനെ പഠിച്ചോളും. അപ്പൊ ഉറപ്പാണ് ഈ മുസാഫ് എന്താണ്? ശുദ്ധിയുള്ള സാധനമാണ്. മറ്റത് കച്ചവടല്ലേ? കച്ചവടക്കാരന്റെ വിഷയം എന്താ? കച്ചവടക്കാരൻ എന്താ വേണ്ടത്? ബിസിനസ്. ഇതൊക്കെ എന്താവും? ഇതൊക്കെ വളരെ ശുദ്ധിയിലാണ് സമുദായം കൈകാര്യം ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വിശുദ്ധി മുഴുവനും അവർ നിലനിർത്തി. ഫത്വ വന്നു 1400 അവസാന ഫത്വ വരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഫത്വ വരാൻ കാരണം? 1455 ആദ്യത്തെ അറബി പുസ്തകം ഇറങ്ങി പ്രിന്റിങ്ങില്. അപ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു, അറബി പ്രിന്റിംഗ് പുസ്തകം കണ്ട വാങ്ങരുതേ. അക്കാലത്ത് ഇറ്റലിക്കാർ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റിവിട്ടു. എല്ലാം തിരിച്ചുകൊണ്ടേയി. എന്തുകൊണ്ട്? മുസ്ലിങ്ങൾ വാങ്ങിയില്ല. പണ്ഡിതന്മാരെ ഫത്വ പ്രിന്റിംഗ് വാങ്ങരുത്. മാത്രമല്ല അച്ചടിച്ചു കൊണ്ടുവന്ന മുസാഫ് മൊത്തം തെറ്റ് തിരിച്ചു കയറ്റി. വീണ്ടും ഫത്വ വന്നിട്ടുണ്ട്. വീണ്ടും ഉണ്ട്. അസറിലെ പണ്ഡിതന്മാര് ഫത്വ കൊടുത്തിട്ടുണ്ട്. അസർ ഷരീഫിലെ പണ്ഡിതന്മാര്, മൊറോക്കോയിലെ പണ്ഡിതന്മാര്, തുണീഷ്യയിലെ പണ്ഡിതന്മാര് ഖുർആനോ ഹദീത്തോ ശരീഅത്ത് ഗ്രന്ഥങ്ങളോ ഒരിക്കലും പ്രിന്റ് ചെയ്തിട്ട് ഫത്വ കൊടുത്തിട്ടുണ്ട് 15-16 നൂറ്റാണ്ടുകളിൽ. എന്തുകൊണ്ട്? 2 കാരണം. ഒന്ന്, അത് പാലിക്കാൻ കഴിയില്ല. 2, നമ്മളെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യമായി പകർത്തിയതിന് വലിയ വലിയ ആലിമീങ്ങൾ ഉണ്ടേനും
ചില കുടുംബത്തിന് വരുമാന മാർഗം തന്നെ എന്തായിരിക്കും? ഖുർആൻ പകർത്തിയ കിതാബ് പകർത്തിയ ഗ്രന്ഥങ്ങൾക്ക് അതിന്റെ വിലയുണ്ട്. പകർത്തിയ ഗ്രന്ഥങ്ങൾ ഒരു വിലയുണ്ട്. വലിയ വലിയ ശൈഖന്മാര് അവരെന്ത് ചെയ്യാ? ശൈഖന്മാര് ചില ഗ്രന്ഥങ്ങള് അവര് ശൈഖന്മാരിന് പകർത്തും, എന്നിട്ട് അവരെ ശിഷ്യന്മാര് പകർത്തും. ഹാമിദ് കോയമത്തങ്ങളിൽ നിന്ന് പകർത്തിയ ഒരു ഔറാദിന്റെ ഗ്രന്ഥം വേറൊരാൾ പകർത്തിയിട്ട് ആ പകർത്തിയ ഗ്രന്ഥം പകർത്തി എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. പകർത്തി കൊണ്ടുവരിക. ആ പകർത്തുമ്പോ വലിയ വില, ഭയങ്കര പണിയാണ്. അതിന്റെ ബർക്കത്തുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങള് AD 18-ാം നൂറ്റാണ്ട് വരെ അതിന് സമ്മതിച്ചില്ല. എന്നാൽ ഇതേ കാലയളവിൽ ജൂതന്മാർക്കും മറ്റും അവരെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ മുഴുവനും പ്രിന്റിംഗിൽ പ്രസ്സിൽ അച്ചടിക്കും. എന്തുകൊണ്ട്? അവരെ പണ്ഡിതന്മാർക്ക് അതിൽ പ്രശ്നമില്ല. ആദ്യമായി പ്രിന്റിംഗ് വരുന്നത് 1700-കളിലാണ്, അഹമ്മദ് മൂന്നാമന്റെ കാലത്ത്. അതിന് കാരണം എന്തെന്നാൽ ഹംഗറിയിൽ ചില ഗ്രാമങ്ങൾ, ഒന്നടങ്കം ഗ്രാമങ്ങൾ മുസ്ലിമായി. മുസ്ലിമീങ്ങൾ നന്മ കണ്ടിട്ട് ഹംഗറിയിൽ ഗ്രാമങ്ങൾ ഒന്നടങ്കം. അക്കാലത്ത് ഷെയ്ഖ് ഇബ്രാഹിം എന്നൊരു മഹാനുണ്ടായിരുന്നു ഹംഗറിയിൽ. അദ്ദേഹം വലിയൊരു മഹാനായിരുന്നു. എല്ലാ ജനങ്ങൾക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു, ഈ ഷെയ്ഖ് ഇബ്രാഹിമിന്. അതുകൊണ്ട് ഷെയ്ഖ് ഇബ്രാഹിമിന്റെ നന്മ കണ്ടിട്ട് 10,000-കണക്കായ ആളുകൾ അങ്ങോട്ട് മുസ്ലിമായി ദൈനംദിനം. അപ്പോൾ ഇവർക്ക് മുഴുവനും മുസാഫ് ആവശ്യമായി വന്നു. അതിന് മുസാഫ് കിട്ടൂല. ഇത് ചരിത്രത്തിൽ അത്ഭുതകരമായ സംഭവമാണ്, അത് കിട്ടൂല. അപ്പോൾ ഈ ഷെയ്ഖ് ഇബ്രാഹിം ഉസ്മാനിയ ഖിലാഫത്തിന്റെ മേൽ നിർബന്ധിച്ചു. എന്ത്? പ്രിന്റിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവർക്ക് മുസാഫ് കൊടുക്കാൻ കഴിയില്ല. അഥവാ ഞാൻ പഠിപ്പിച്ചോളാം, അതേ സമയത്ത് മുസാഫ് എടുക്കണം, അത് കൊടുക്കാൻ കഴിയില്ല. ഒരാളൊരു മുസാഫിനെ ഏൽപ്പിച്ചാൽ പോലും മാസങ്ങൾ കഴിഞ്ഞേ കിട്ടുള്ളൂ, കാരണം അത്രയും വർക്കുണ്ട്. ഈ ആളുകൾക്ക് വേണ്ടി 1700-കളിൽ ഉസ്മാനിയ ഖലീഫയായ അഹമ്മദ് മൂന്നാമന്റെ കാലത്താണ് 1736-ലാണ് അദ്ദേഹത്തിന്റെ സുൽത്താനത്ത് അവസാനിക്കുന്നത്, അതായത് 18-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ മുസ്ലിങ്ങളിൽ ഖുർആൻ പ്രിന്റിംഗ് തുടങ്ങുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ ഖുർആൻ പ്രിന്റിംഗ് ആദ്യമായി വരുന്നത് 16-ാം നൂറ്റാണ്ടിൽ, 1530-ൽ. അറബി പ്രിന്റിംഗ് ആദ്യം വരുന്നത് 1455-ലാണ്. ആദ്യത്തെ അറബി പ്രിന്റിംഗിന് നേതൃത്വം നൽകുന്നത് ജൂലിയസ് ഒന്നാമൻ, ഇറ്റലിയിലെ പോപ്പ്. രണ്ടാമത്തെ പ്രിന്റിംഗിന് നേതൃത്വം നൽകുന്നതോ ലൂയിസ് മറാക്കിയ. അയാൾ വെനീസിലെ പ്രഗത്ഭനായ കത്തോലിക്ക പാതിരി. പിന്നെ 2 നൂറ്റാണ്ടുകാലം 200 കൊല്ലത്തോളം ഇവിടെ പ്രിന്റിംഗ് പ്രസ് ഉണ്ടായിട്ടും, അവിടെ എന്തുണ്ടായിട്ടും, അറബി ലിപി ഉണ്ടായിട്ടും, ഈ അറബി ലിപിയിൽ അക്കാലത്ത് എന്തച്ചടിക്കും? ഈജിപ്തില്, മൊറോക്കോയില്, ഇസ്താൻബുളില്, അലക്സാണ്ട്രിയയിലൊക്കെയുള്ള ക്രിസ്തീയ അറബിക് ചർച്ചുകളുണ്ട്. അവിടേക്ക് വേണ്ട പ്രാർത്ഥനാ ഗ്രന്ഥങ്ങളൊക്കെ ഇവർ അറബിയിൽ അച്ചടിക്കും. അറബി ബൈബിൾ അച്ചടിക്കും. എന്ത് അടിക്കൂല? ഖുർആൻ അടിച്ച വാങ്ങൂല. ഈ രാജ്യങ്ങളൊക്കെ അറബി ക്രിസ്ത്യാനികളുണ്ട്. ഇന്ന് ലോകത്ത് അറബി ക്രിസ്ത്യാനികളുണ്ട്, ഉണ്ട്. എത്രയോ രാജ്യങ്ങളുണ്ട്. ഉദാഹരണം പറയാം, ഇന്നത്തെ പലസ്തീനിൽ നല്ലൊരു ശതമാനം അറബി ക്രിസ്ത്യാനികളുണ്ട്. പലസ്തീനികളെ കൂടെ 7% അറബി ക്രിസ്ത്യാനികളുണ്ട്. ഈജിപ്തിൽ 7% അറബി ക്രിസ്ത്യാനികൾ. അറബിയിൽ കുർബാന നടത്തുന്ന ചർച്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ചർച്ചകൾക്ക് വേണ്ട അറബി പുസ്തകങ്ങള്, അറബിക് ബൈബിള്, അറബിക് പ്രാർത്ഥനാ ഗ്രന്ഥങ്ങളൊക്കെ അക്കാലത്ത് അച്ചടിക്കും. 1736-ലാണ് അഹമ്മദ് മൂന്നാമന്റെ മരണം. ഇതിനടുത്ത കാലത്താണ് ഫത്വ വരുന്നത്. അതും തന്നെ ഹംഗറിക്കാരനായ ഷെയ്ഖ് ഇബ്രാഹിം എന്നൊരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ ആകൃഷ്ടരായി 10,000-കണക്കായ ആളുകൾ ദൈനംദിനം ഹംഗറിയിലും ബുഡാപെസ്റ്റിലും മറ്റു രാജ്യങ്ങളിലും ഏരിയകളിലൊക്കെ മുസ്ലിമായി. അപ്പോൾ അവർക്കെല്ലാം ഖുർആൻ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഇദ്ദേഹം ഏർപ്പെടുത്തി. പക്ഷെ ഖുർആൻ കൊടുക്കാനില്ല. അതുകൊണ്ട് ഒരു അനിവാര്യ ഘട്ടം വന്നപ്പോൾ ആ ഫത്വ മാറ്റിയിട്ട് പ്രിന്റിംഗ് ചെയ്യണം, അതബ് കൂടി പഠിപ്പിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ആദ്യമായി ഈ വിഷയത്തിൽ ഫത്വ വരുന്നത് 1700-കൾക്ക് ശേഷമാണ്, അഹമ്മദ് മൂന്നാമന്റെ അവസാന കാലം. അഹമ്മദ് മൂന്നാമൻ മരിക്കുന്നത് 1736-ലാണ്, അഥവാ 18-ാം നൂറ്റാണ്ടിൽ. മുസാഫിന്റെ പ്രിന്റിംഗ് വരുന്നതോ 1530-ൽ. പിന്നെ 2 നൂറ്റാണ്ട് 200 കൊല്ലം വലിയ വില കൊടുത്ത് വാങ്ങി മുസാഫ് പ്രിന്റ് ചെയ്തില്ല. എന്തുകൊണ്ട്? അദബ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.